നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പലപ്പോഴായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. എൻ്റെ പേര് ബിജു ചെറിയാൻ മണലേത്ത്. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ആധുനികമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇന്ന് എല്ലാ ദിവസവും പതിവ് പോലെ സെയിൽസുമായിട്ട് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാറുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഞാൻ അൺവീൽ ചെയ്യുകയാണ്. അതായത് ഞാൻ എൻ്റെ പഠനത്തിൽ നിന്നും, എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നും, എൻ്റെ പ്രൊഫഷനിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ എന്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ള ആ ഒരു ഡ്രീം പ്രോജക്റ്റ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അൺവീൽ ചെയ്യുകയാണ്. എല്ലാ മനുഷ്യർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ടാവാം. അത് സ്വപ്നങ്ങൾ എത്രയും വലുതായാൽ അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ദിസ് ഈസ് മൈ ഡ്രീം പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്കായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. നമ്മൾ ഓരോ സമൂഹത്തിൽ വലിയ വലിയ ഉയരങ്ങളിലെത്തിയ മനുഷ്യർക്കെല്ലാം അവരുടേതായിട്ടുള്ള വലിയ വലിയ സ്വപ്നങ്ങളുണ്ടാവാം. അവർ ഒരു പ്രൊഫഷനിൽ വിജയിച്ച ശേഷം അവർ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരമായിട്ടുള്ള സേവനങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ എന്താണോ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തിനാണോ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്, അത് എന്തിനാണെന്ന് ഞാൻ എന്നോട് തന്നെ പ്രൂവ് ചെയ്യുന്ന കുറച്ച് നിമിഷങ്ങളാണ്. എന്താണ് എൻ്റെ ഡ്രീം പ്രോജക്റ്റ് എന്നറിയാം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഠനത്തിന് ശേഷം, നമ്മളൊരു സാധാരണ മനുഷ്യരുടെ പഠനത്തിന് ശേഷം നമ്മൾ പലപ്പോഴും ജോലി അന്വേഷിച്ച് പോകാറുണ്ട്. പലപ്പോഴും ഈ ചെയ്യുന്ന 9 to 5 ജോബ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇനിയും നമ്മളുടെ ലൈഫിൽ പ്രത്യേകിച്ച് വലിയ വലിയ മാറ്റങ്ങളോ വലിയ വലിയ സ്വപ്നങ്ങളോ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, നമ്മുടെ ലൈഫിനെ നമ്മൾ ബെറ്റർ ആക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു വിഷനോടുകൂടി, ആ ഒരു മിഷനോടുകൂടി ഞാൻ എൻ്റെ ഡ്രീം പ്രോജക്റ്റ് അൺവീൽ ചെയ്യുകയാണ്. എൻ്റെ മലയാളി സഹോദരങ്ങൾക്കായി എൻ്റെ ഒരു സമ്മാനമിത. 12,000-ലധികം മലയാളികൾക്ക് തൊഴിൽ നേടുവാനായിട്ട് ഒരു സുവർണ അവസരം. അതായത് 2030 2025 മുതൽ 2030 വരെയുള്ള ഈ 5 വർഷ കാലയളവിൽ 12,000-ലധികം മലയാളികൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ളൊരു സുവർണ അവസരമാണ് ഞാൻ ഒരുക്കുന്നത്. നിങ്ങൾ തൊഴിലെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു 9 to 5 ജോബ് എന്ന് പറയുന്ന ഒരു തൊഴിലല്ല. നിങ്ങളെ ഞാൻ ട്രെയിനിങ്ങിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും 12,000-ലധികം മലയാളികൾക്ക് അവരുടെ ലൈഫിലെ അവർ എന്താണോ അവരാകാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ലൈഫിലെ ആ ഒരു ഫ്ലോ സ്റ്റേറ്റ്, എല്ലാ മനുഷ്യർക്കും ഒരു അൺലിമിറ്റഡ് ഫ്ലോ സ്റ്റേറ്റ് ഉണ്ട്. ആ ഒരു ഫ്ലോ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവരുടെ ട്രൂ പർപ്പസുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിൽ അവർക്കൊരു ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് 12,000-ലധികം മലയാളികൾക്ക് കിട്ടുന്നൊരു സുവർണ അവസരമാണ്. ഇത് തികച്ചും സൗജന്യമാണ്. ഞാൻ ആ ടോപ്പിക്കൊന്ന് നിങ്ങളെ കാണിക്കാം. അതായത് 12,000 മലയാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ബിഗസ്റ്റ് കമ്മ്യൂണിറ്റി ആകുക, ടു ബിക്കം ദ ബിഗസ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ് മലയാളീസ്. അതായത് 12,000-ലധികം മലയാളികൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്ന ഒരു ബിഗസ്റ്റ് കമ്മ്യൂണിറ്റി ആകുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ. ട്രെയിനിങ് വിൽ ബി ഫ്രീ ആൻഡ് ഓൾസോ എവറിഥിങ് വിൽ ബി ഫ്രീ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതിലേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവനവൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന എന്നുള്ള ആത്മവിശ്വാസമുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിപ്പിക്കണം, അല്ലെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളർത്തണം എന്നാഗ്രഹിക്കുന്ന 12,000 മലയാളികൾക്കൊരു സുവർണ അവസരമാണ്. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ അക്സസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. നിങ്ങൾക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ചേരുവാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതൊരു മെസ്സേജ് ആയിട്ട് ഇടുക. നിങ്ങളെ ഞാൻ ആ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യും. 6 മാസം കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്വപ്നം കാണാവുന്നതിലധികം സ്കിൽസുകൾ നിങ്ങൾക്ക് വളർത്തി തരികയും അതിലൂടെ എന്ത് സാധിക്കുന്നു, നിങ്ങൾക്ക് സ്വപ്നം കാണാവുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിലധികമുള്ള നിങ്ങൾക്ക് സമ്പത്ത് നേടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കലായിട്ടുള്ള സമ്പത്ത് മാത്രമല്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫിസിക്കൽ,
സൈക്കോളജിക്കൽ ആൻഡ് ഓൾസോ അബൌട്ട് സ്പിരിച്വൽ. ഈ 3 തരം വെൽത്ത് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സമ്മാനമാണ് ഈ പറയുന്ന വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളൊരു കാര്യം, ലോകത്തിലെ 2 തരത്തിലെ ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെന്ന് പറയുന്ന ഒരു തരം എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതം എന്ന് പറഞ്ഞൊരു സാധാരണ ജീവിത രീതിയാണ്. മറ്റ് ഒരു കൂട്ടരെ സംബന്ധിച്ച് അവർക്കൊരു പർപ്പസ് ഉണ്ട്. അപ്പോൾ പർപ്പസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മലയാളികളുടെ ഈ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ അവർക്ക് എന്താണോ ആയിത്തീരേണ്ടത്, അവരെന്ത് ആഗ്രഹിക്കുന്നു, എന്താണോ ആയിത്തീരേണ്ടത്, അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഡയറക്റ്റ് ചെയ്തൊരു പ്രൊസീജിയറാണ് ഞാൻ ഇതിലൂടെ വർക്കൗട്ടാണ്. ഓൾറെഡി തന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ 2025 ഈ ഒരു 6 മാസം ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഒരു ഫസ്റ്റ് ബാച്ചിലേക്ക് 12 പേരെ ഓൾറെഡി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു വർക്കിംഗ് ഫോർമുല നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് അച്ചീവ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കി തരാം. ഇത് ഞാൻ പറഞ്ഞു 12,000-ലധികം മലയാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ബിഗസ്റ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഓൾറെഡി ഐ ഹാവ് ആഡഡ് 12 പേരെ ഓൾറെഡി അത് ആഡ് ചെയ്തു. അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് ജൂണോടുകൂടി അവസാനിക്കും. അതിനുശേഷം അവരെന്താ ചെയ്യുന്നത്, അതിനകത്ത് സെയിൽസ് പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, മൂന്നാമത് കോച്ചിങ്, അതായത് ഇന്ന് ഏറ്റവും അധികം സാധ്യതകളുള്ള വിവിധ കോച്ചിങ് മേഖല. ഇങ്ങനെ ഈ പറയുന്ന 3 വിവിധ മേഖലകളിൽ നിന്ന് ടാലൻ്റ് അല്ലെങ്കിൽ ഈ സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതാണ് എൻ്റെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വിചാരിക്കുന്ന 3 ടൈപ്പ് കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 12 പേര് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ആഡപ്പ് ആയിട്ടുണ്ട്. അവർക്ക് ഫ്രീ ട്രെയിനിങ് സെഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടം, ഇതൊരു 2ാം ഘട്ടത്തിലോട്ടുള്ള അല്ലെങ്കിൽ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ബാച്ചിലേക്കുള്ളൊരു ഇൻവിറ്റേഷനായിട്ട് കൂട്ടുക. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു 12 പേർക്കാണ് ആ ഇനിഷ്യൽ സ്റ്റേജിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ആ ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അടുത്ത നെക്സ്റ്റ് സ്റ്റേജ്, ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. ആ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 121 പേരെയാണ്. അതായത് 12-ൽ നിന്ന് 121 പേരുടെ ഒരു പുതിയൊരു ഗ്രൂപ്പിനെയും കൂടെ ഞാൻ അവിടെ ആഡ് ചെയ്യുകയാണ്. ഇത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള 2025 ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ളൊരു സെക്കൻഡ് ബാച്ചാണ്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട്, നിങ്ങൾക്ക് ഈ പറയുന്ന സെയിൽസ് പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരോ അതിൽ കൂടുതൽ സ്കിൽ സെറ്റ്സ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ, അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഓൺട്രപ്രനർ ആണെങ്കിലോ ഒരു ബിസിനസ്സുകാരനാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി വളർത്തിക്കൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി. അതോടൊപ്പം തന്നെ നിങ്ങൾ കോച്ചിങ് മേഖലയിൽ നിങ്ങൾക്ക് എന്തൊരു പബ്ലിക് സ്പീക്കർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ കോച്ച് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ADHD കോച്ച് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടൻ്റ് ആണ്, ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് 3ാമത്തെ കാറ്റഗറി. ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവരെ ഞാൻ 2ാമത്തെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബാച്ച് നമ്പർ 2 എന്ന് പറയുന്നത് 121 പേര് മലയാളികൾ അടങ്ങുന്ന 2ാമത്തെ ബാച്ചാണ്. ഇനി 2026-ലെ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം എന്ന് പറയുന്നത് അടുത്ത ബാച്ചിലേക്ക് നമുക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് 1212 പേരുടെ ഒരു 3rd ബാച്ചാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇതും അതേ ഫോർമാറ്റ് തന്നെയാണ്. അതിനുശേഷം അത് 2026-ലെ ആ സെക്കൻഡ് ഫേസിലുള്ളത് നമ്മൾ ആഡ് ചെയ്യുന്നത് 12,121 പേരെ. അങ്ങനെ ഈ പറയുന്ന ഓരോ ഘട്ടമായിട്ട് ഞാൻ 2030-ലെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യുവാണെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന 20,000+ എന്ന് പറയുന്നത് നമുക്ക് അതിലും വിപുലീകരിക്കാനായിട്ട് കഴിയും. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞത് തികച്ചും സൗജന്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഞാൻ സാമ്പത്തികമായ ഒരു ലാഭവും മേടിക്കത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി. ഞാൻ എന്തൊക്കെയാണോ നേടുന്നത്, എന്തൊക്കെയാണോ നേടിയത്, അത് തിരിച്ച് നമ്മുടെ സമൂഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക. അതായത് 96% എൻ്റെ ഫിസിക്കലായിട്ടുള്ള, എൻ്റെ സൈക്കോളജിക്കൽ, സ്പിരിച്വലായിട്ടുള്ള എന്തൊക്കെ വെൽത്ത് ഞാൻ നേടുന്നോ അതിൽ 96% ഞാൻ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് 20,000 അധികമുള്ള മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചേരുന്നതിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടാൻ പോകുന്ന കൂടുതൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അവരെ സംബന്ധിച്ച് ഈ 6 മാസത്തെ കാലയളവിൽ അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഫ്രീ ആയിട്ട് പലതും ലഭിക്കാൻ ജൂൺ മാസം ആരംഭിക്കാൻ പോകുന്ന മാസ്റ്റർ മൈൻഡ് ക്ലാസ്സുകളുണ്ട്.
ആ മാസ്റ്റർ മൈൻഡ് ക്ലാസ്സുകളിലേക്ക്, സെലക്റ്റീവായിട്ടുള്ള മാസ്റ്റർ മൈൻഡ് ക്ലാസ്സുകളിലേക്ക് ഫ്രീ എൻട്രി. രണ്ടാമത് ഫ്രീ വെബിനാർസ്. മൂന്നാമത് ലഭിക്കാൻ പോകുന്നൊരു കാര്യം, അവർക്ക് ഫ്രീ വീഡിയോസ് ലഭിക്കുന്നുണ്ട്, ഫ്രീ പോഡ്കാസ്റ്റുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന ഇവൻറ്റ്സുകളിലേക്ക് ഫ്രീ VIP ടിക്കറ്റ്, സെലക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സിലേക്ക് ഫ്രീ VIP ടിക്കറ്റ്സും ലഭിക്കുന്നതാണ്. ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഈ ലോകത്തിലെ മലയാളികളുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 12,000-ലധികം ബിസിനസ് ഓണേഴ്സിനെ സൃഷ്ടിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സെയിൽസ് പ്രൊഫഷണൽസും ഓൺട്രപ്രനേഴ്സും കോച്ചസും ഈ കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് അവരൊരു ബിസിനസ് മോഡൽ മനസ്സിലാക്കി കൊടുത്ത് അത് ട്രെയിൻ ചെയ്യിപ്പിച്ച് അത് പഠിപ്പിച്ചെടുത്തത് മെൻറ്റർ ചെയ്ത് അവരെ ഒരു ബിസിനസ് ഓണേഴ്സാക്കി മാറ്റുക. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്ന ഫ്രീ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ സൗജന്യമുണ്ട്, കംപ്ലീറ്റ് ഫ്രീ ആണ്. അടുത്തത് ലൈഫ് ലോങ് മെൻറ്ററിങ് ആണ്. കൂടാതെ തന്നെ നമ്മുടെ VIP ഇവൻറ്റ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അവർക്ക് കൊടുക്കാൻ പോകുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള മെർക്കൻഡൈസ് കൊടുക്കുന്നുണ്ട്, ബുക്സ് കൊടുക്കും. ബുക്സ് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ബുക്സ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കും. അതോടൊപ്പം തന്നെ സ്വാഗ് ബാഗുകൾ, അതായത് ഈ പറയുന്ന നമ്മൾ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സൗജന്യമായിട്ട് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമേ പ്രപഞ്ചം നൽകിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും പ്രപഞ്ചത്തിലെ ജനങ്ങൾക്ക്, അല്ലെ പ്രപഞ്ചത്തിന് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്യമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 96% ഏണിങ്സ് എന്ന് പറയുന്നത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഞാൻ 12,000-ഓളം മലയാളികളെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മറ്റൊന്നും കാത്തു നിൽക്കാതെ തന്നെ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും. ആഡ് ചെയ്ത ശേഷം അപ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്രൊസീജിയർ ഇങ്ങനെയാണ്. സൂം ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുള്ള ലൈവ് ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റംസും ഉണ്ടാവും. AI ടൂളുകൾ, AI ഏജൻസ് ഉൾപ്പെടെയുള്ള AI ടൂളുകളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുക്കാൻ കഴിയും, ഇതെല്ലാം നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അവൈലബിൾ ആകുന്ന ബുക്സ്, അതോടൊപ്പം തന്നെ AI ടൂൾസുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കേജിനകത്ത് ഫ്രീ ആയിട്ട് നൽകുന്നത്. എന്താണ് ഈ പഠനത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെ എന്ത് തീമിനെ ആസ്പദമാക്കിയ പഠനം എന്ന് പറയുന്നത്? ടു ഹെൽപ്പ് പീപ്പിൾ ടു എസ്കേപ്പ് ഫ്രം ദ വെലോസിറ്റി ഓഫ് മായ അല്ലെ ഇലൂഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ആളുകളെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഐ ബി ഫോക്കസിങ് ഓൺ എയിം ബിഗ്, തിങ്ക് ബിഗ്, ഡ്രീം ബിഗ് ആൻഡ് ആക്ട് ബിഗ്. ഒന്നുകൂടെ പറയാം, എയിം ബിഗ്, ഡ്രീം ബിഗ്, തിങ്ക് ബിഗ് ആൻഡ് ആക്ട് ബിഗ്. ഈ പറയുന്ന കോഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളെ മായ എന്ന് പറയുന്ന ഇല്യൂഷൻ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, അതിൻ്റെ വെലോസിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, അതിനുവേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാണോ ഗോഡ്സ് മൈൻഡ് ആക്സസ് ചെയ്തത്, എങ്ങനെയാണോ ഗോഡ്സ് കോളിംഗ് എനിക്ക് കിട്ടിയത്, അതേ ഫോർമാറ്റിൽ കൂടെ, അതേ പോർട്ടലിൽ കൂടെ നിങ്ങളും ആ ഗോഡ്സ് മൈൻഡുമായിട്ട് കണക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ പറയുന്ന ഹയർ ഡയമെൻഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ആ അസെൻഷൻ സ്റ്റേജിലിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റംസും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആക്കുകയും അതോടൊപ്പം തന്നെ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്ന എല്ലാ ഇൻഫർമേഷൻസിൻ്റെ ആകത്തുക, അതായത് നമ്മുടെ ഈ പറയുന്ന യൂണിഫൈഡ് ഫീൽഡിലിരിക്കുന്ന ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ്റെ ആകത്തുകയായിട്ടുള്ള അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങളിൽ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്തും നിങ്ങളുടെ ആ സെൽഫ് എസ്റ്റീം വളർത്തിക്കൊണ്ട് നിങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ബാക്ക് ബോണായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ലാർജസ്റ്റ് മലയാളി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. നിങ്ങൾക്ക് ആ 6 മാസത്തെ ട്രെയിനിങ് പീരീഡിൽ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് 10 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ മാസം സമ്പാദിക്കാനുള്ളൊരു ഓഫറാണ് ഞാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അതും തീർച്ചയായും സൗജന്യമായി. ഈ ഒരു അവസരം നിങ്ങൾ പരിപൂർണമായിട്ടും പ്രയോജനപ്പെടുത്തി എടുക്കുക. നമുക്ക് ആ പറയുന്ന മലയാളികളുടെ ആ ഏറ്റവും വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമായി മാറാം. കൊളാബറേഷൻ എന്ന് പറയുന്ന, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന, കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്ന, ഷെയറിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഷെയറിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ആ ഷെയറിങ് കമ്മ്യൂണിറ്റിയെ അതിനെ അതേ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ളതും
നമ്മൾ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലാണെന്നും നമ്മൾ ജീവിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണെന്നും നമ്മളൊരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നും നമ്മൾ അതേ ദൈവത്തിൻ്റെ ഭാഗമാണെന്നും ഉള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. അതിൻ്റെ പ്രയോജനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.